അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെ. അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ചൂട് തന്നെ കുറച്ച് ഇന്നൊരു മാറ്റമുണ്ട് കാലാവസ്ഥയിൽ. പിന്നെ ഞാൻ ഇന്ന് നോമ്പുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കായ് നിറച്ചിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടുന്നത് കാണാം. മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു നുള്ളി ഞാൻ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. ചീനച്ചട്ടി നന്നായി കാഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോരുമ്പോൾ വേഗം മറ്റു ചരിങ്ങ് കുറച്ചായിട്ട് എണ്ണ ഒഴിക്കണം. പഴം നിറച്ച് വെച്ചിട്ടുണ്ട്. മൈദ കലക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചീനച്ചട്ടിയിൽ കായുന്നുണ്ട്. നമുക്ക് ഒന്ന് പൊരിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് മാവ് ഇങ്ങനെ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങ വേറെ. ഇത് പച്ച തന്നെ. ഇത് പൂങ്ങിയിട്ടും ആക്കാം നമുക്ക്. അപ്പച്ചമ്പിൽ ആവിയിൽ വേവിച്ചിട്ട് കീറിയിട്ട് പണ്ടം നല്ല പാങ്ങിൽ ഏലക്കായി മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇതൊന്നും ഇവിടെ പറ്റൂല മക്കളെ. പിന്നെ പറഞ്ഞിട്ടൊന്നും വേണ്ട. അതൊന്നും ഇടാൻ സമ്മതിക്കൂല മോന്. അതുകൊണ്ട് ഒന്നും ഇടാതെ തന്നെ ഞാൻ ആക്കുന്നത്. അപ്പം നല്ല രസം ഉണ്ടാവും തേങ്ങ വറുത്തിട്ടല്ല. അതുപോലെ ഏലക്കായി മണത്തൂടാ, അണ്ടിപ്പരിപ്പ് ഇട്ടുകൂടാ. അങ്ങനെ ബിരിയാണി നെയ്ച്ചോറെല്ലാം വയ്ക്കുമ്പോൾ അതിൻ്റെ ഏലക്കായി അണ്ടിപ്പരിപ്പ് അതെല്ലാം തിരിഞ്ഞ് വെക്കും കുഞ്ഞോളെ മാതിരി. ഒന്നും ഇഷ്ടമല്ല. അപ്പം ഇന്നലെ പറഞ്ഞ് കായ് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇടാൻ പാടില്ല, എന്നാലേ ഞാൻ തിന്നുന്നു. ഓൻ തിന്നാതെ നമ്മൾ വന്നിട്ട് തിന്നാണ്ട് പറഞ്ഞിട്ട് ഞാൻ ഓൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു. പിന്നെന്ത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നോമ്പിന് ക്ഷീണം തന്നെയായിരിക്കും എല്ലാവർക്കും. പിന്നെന്താക്കൽ ഭയങ്കര ചൂടല്ലേ. ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴം നിറച്ചത് ഇതാ മറച്ചിടാൻ പോകുന്നുണ്ട് ഞാനിതാ. നല്ല ഒന്നിച്ചിട്ടോണ്ട് പൊരിയിട്ട് നന്നായി പൊരിയിട്ട് നമ്മൾ പഴം നിറച്ചത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. പൊരിയിട്ട് കായ് നിറച്ചത് നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റും. നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ കായ് നിറച്ച അങ്ങനെ റെഡിയായി മാറ്റി വെക്കാം. ചോളത്തിൻ്റെ ചെറിയൊരു പണിയുണ്ട്. ചോളം പൂങ്ങി വെച്ചിട്ടുണ്ട്. അതും കൂടി കാട്ടിക്കാം. നമ്മളെ ചോളന് മസാലയാക്കുന്നത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ കുരുമുളക് പൊടി, നന്നായി ചെറുനാരങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുക. നല്ല പാങ്ങിൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഉപ്പും കുരുമുളക് പൊടിയും അല്ല മുളക് പൊടി. നമ്മൾ ചിക്കനെല്ലാം തേക്കൂലേ മസാല വരത്തുന്നത് അതുപോലെ. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് തിന്ന് നോക്കണം. ഇന്ന് ഞാൻ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോയിന്. കുറച്ച് ചെടികളെല്ലാം പച്ചക്കറികൾ ഞാൻ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കാട്ടിക്ക വലിയ പിന്നെ കുറച്ച് ചട്ടീൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ചട്ടികൾ എടുക്കാൻ വേണ്ടി പോയിട്ടാകുമ്പം പച്ച മാങ്ങയും ചോളാനും കണ്ടാൽ പിന്നെ ഞാൻ എന്തായാലും വിടില്ല. അത് വാങ്ങിയിട്ടേ വരും. എന്നാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളാൻ.
നന്നായി തേച്ച് കൊടുക്കണം. നോമ്പ് കുടിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എരിയുന്നത് തന്നെ വെള്ളം കുടിച്ചിട്ട് തിന്നാം. ചോള ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇതാ ചോള നല്ല മസാല ആക്കി പുഴുങ്ങിയിട്ടുണ്ട്, കായ് നിറച്ച് വെച്ചിട്ടുണ്ട്, വെള്ളമുണ്ട്. ഇന്നത്തെ വെള്ളം കലത്തെ തന്നെ മോൻ തന്നെയില്ല. കായ് നിറച്ച് നമുക്ക് തിന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഈ കായ് നിറച്ച് എല്ലാവരും നോമ്പ് കുറിച്ചെന്ന് വിചാരിക്കുമ്പോൾ ചോളം ഒന്ന് നോക്കട്ടെ കേട്ടോ. നല്ല മസാല പരത്തി മക്കളുടെ വായിൽ വെള്ളം വരുന്നുണ്ടാ ഇപ്പം. ഉണ്ട് നമ്മ ചോറ് വയ്ക്കാൻ വേണ്ടി ഇരുന്ന് ചിക്കൻ ബിരിയാണിയാണ് ഇന്ന്. പള്ളിയിൽ പോയിട്ട് വന്നതേ ഇത് രാവിലെ കഴിഞ്ഞിട്ട് വന്ന് ചോറ് വയ്ക്കാൻ ഇരുന്ന് വന്നു. എല്ലാവരും തിന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ 10 കിലോ ഉണ്ടാവില്ല ബിരിയാണിയൊക്കെ. അച്ചാറുണ്ടല്ല എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.